നമസ്കാരം. കഴിഞ്ഞ ദിവസം റഷ്യയിലേക്ക് ആക്രമണം നടത്തിയ യുക്രൈനോട് ഇനി വിട്ടുവീഴ്ചയില്ല എന്ന നിലപാടിലേക്ക് റഷ്യ എത്തിയതായി സൂചന. ശക്തമായ തോതിൽ തന്നെ ആക്രമണം നടത്താനാണ് റഷ്യ പദ്ധതിയിടുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. യൂറോപ്പിൽ എവിടെയും പതിക്കാൻ ശേഷിയുള്ള മിസൈലുകൾ തങ്ങൾ പ്രയോഗിക്കാൻ മടിക്കില്ലെന്നാണ് ഇപ്പോൾ റഷ്യ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം യുക്രൈൻ അമേരിക്കയിലും ബ്രിട്ടനിലും നിർമ്മിച്ച മിസൈലുകൾ ഉപയോഗിച്ച് റഷ്യയിലേക്ക് ആക്രമണം നടത്തിയ പശ്ചാത്തലത്തിലാണ് ഈ ഒരു മുന്നറിയിപ്പ്. യുക്രൈന് നൽകിയ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ അമേരിക്കയും ബ്രിട്ടനും അനുമതി നൽകിയ സാഹചര്യത്തിലാണ് യുക്രൈൻ ശക്തമായ തോതിൽ റഷ്യയിലേക്ക് ചൊവ്വാഴ്ച ആക്രമണം നടത്തിയത്. ഉത്തര കൊറിയയിൽ നിന്ന് സ്വന്തമാക്കിയ ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്ന വൻ ആയുധപ്പുരയ്ക്ക് നേരെയാണ് യുക്രൈൻ്റെ മിസൈൽ വന്ന് പതിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും അതിശക്തമായ തോതിലുള്ള ആക്രമണം തന്നെയായിരുന്നു ചൊവ്വാഴ്ച നടന്നത്. തെക്കൻ റഷ്യയിലെ ഒരു പ്രവിശ്യയിലേക്ക് ഇന്നലെ യുക്രൈൻ സൈന്യം 12ഓളം സ്റ്റോം ഷാഡോ റോക്കറ്റുകളും അയച്ചിരുന്നു. ബ്രിട്ടനിൽ നിന്ന് യുക്രൈൻ സ്വന്തമാക്കിയതാണ് ഈ റോക്കറ്റുകൾ. നേരത്തെ തെക്കൻ റഷ്യയിലെ ചില മേഖലകൾ യുക്രൈൻ സൈന്യം പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ചൊവ്വാഴ്ച അമേരിക്ക നൽകിയ മിസൈലുകളാണ് യുക്രൈൻ റഷ്യയിലേക്ക് തൊടുത്തുവിട്ടത്. ഇതിനെല്ലാം അനുമതി നൽകിയത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമറും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമാണ് എന്നുള്ളതാണ് പുടിനെ ചൊടിപ്പിച്ചിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇതിന് തിരിച്ചടി നൽകാനായി കാസ്പിയൻ തീരത്തുള്ള അസ്ത്രാഖാൻ സൈനിക താവളത്തിൽ നിന്നും RS-26 ഇനത്തിൽപ്പെട്ട അതീവ മാരക ശേഷിയുള്ള മിസൈലുകൾ അയക്കാൻ റഷ്യ തീരുമാനിച്ചു എന്നാണ് മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 50 ടൺ ഭാരമുള്ള ഈ മിസൈലുകൾക്ക് 3600 മൈൽ അകലെയുള്ള ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ കഴിയും. അതീവ പ്രഹരശേഷിയുള്ളവയാണ് ഈ മിസൈലുകൾ. നേരത്തെ ഒരിക്കൽ ഈ മിസൈലുകൾ റഷ്യ ഏറ്റുമുട്ടലിന് ഉപയോഗിച്ചിരുന്നില്ല. 2022 റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധം ആരംഭിച്ചത് മുതൽ റഷ്യ ശക്തമായ പ്രഹരശേഷിയില്ലാത്ത ഇസ്കന്ദർ ഇനത്തിൽപ്പെട്ട മിസൈലുകളാണ് യുക്രൈന് നേരെ അയച്ചുകൊണ്ടിരുന്നത്. റഷ്യയിലേക്ക് അമേരിക്കയും ബ്രിട്ടനും നൽകിയ മിസൈലുകൾ അയച്ചാൽ ശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് യുക്രൈന് പുടിൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. റഷ്യ RS-26 മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയാൽ അത് യുക്രൈന് വിനാശകരമായി മാറുമെന്നാണ് പ്രതിരോധ വിദഗ്ധർ പറയുന്നത്. നിലവിൽ റഷ്യയ്ക്ക് യുക്രൈന് നേരെ ആണവായുധം പ്രയോഗിക്കേണ്ട ആവശ്യമില്ല എന്നാണ് റഷ്യൻ പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. RS-26 പോലെയുള്ള മിസൈലുകൾ ഉപയോഗിച്ച് യുക്രൈൻ്റെ തലസ്ഥാനമായ കീവ് പോലും ഛിന്ന ഭിന്നമാക്കാൻ റഷ്യയ്ക്ക് കഴിയും എന്നാണ് അവരുടെ ആത്മവിശ്വാസം. യുക്രൈൻ്റെ ഏത് മേഖലയിലും കടന്നു കയറി ആക്രമണം നടത്താൻ റഷ്യയ്ക്ക് എല്ലാ സംവിധാനങ്ങളും ഉണ്ടെന്ന കാര്യം യുക്രൈൻ ഭരണാധികാരികൾക്ക് തന്നെ അറിയാമെന്നും ഈ വിദഗ്ധർ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് റഷ്യയുടെ ആണവ നയത്തിൽ ഭേദഗതി വരുത്തുന്ന കാര്യത്തിൽ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അന്തിമ തീരുമാനമെടുത്തത്. ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് പോലും തങ്ങൾ മടിക്കുകയില്ല എന്നാണ് പുടിൻ്റെ അടുത്ത അനുയായിയായ അവിടുത്തെ സുരക്ഷാ കാര്യങ്ങളുടെ ചുമതല വഹിക്കുന്ന ദിമിത്രി മെദ്വദേവ് പ്രഖ്യാപിച്ചത്. ഈ പ്രഖ്യാപനവും ഇതുമായി കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതാണ്. റഷ്യ ഏതായാലും രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് ഉറപ്പാണ്. യൂറോപ്പിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും അതുപോലെ അമേരിക്കയും എല്ലാം ചേർന്ന് തങ്ങളെ ആക്രമിക്കുന്നവർക്ക് ആയുധം നൽകുകയാണ് എന്നാണ് റഷ്യ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ആണവ നയത്തിലും കാതലായ മാറ്റം വരുത്തിയിരിക്കുന്നത്. ആണവ ശേഷി ഇല്ലാത്ത ഒരു രാജ്യത്തിന് ആണവശേഷിയുള്ള ഒരു രാജ്യം ആണവായുധം നൽകുകയും തുടർന്ന് ആക്രമണം നടത്തുകയും ചെയ്താൽ ഇത് ഇരുവരും ചേർന്ന് നടത്തിയ സംയുക്ത ആക്രമണമായി കണക്കാക്കാനാണ് റഷ്യ പുതിയ നയമാറ്റത്തിലൂടെ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും പുടിൻ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. യുക്രൈനെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറെ നിർണായകമാണ്. റഷ്യ അവരുടെ പൂർണ്ണ തോതിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തിയാൽ യുക്രൈനെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അവിടെയും അവർ ആശ്വാസം കണ്ടെത്തുന്നത് അമേരിക്കയും ബ്രിട്ടനും ഒക്കെ പോലുള്ള രാജ്യങ്ങൾ തങ്ങൾക്ക് ആയുധം നൽകി സഹായിക്കും എന്നുള്ളിടത്താണ്.